ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫോക്കസ് പോയിന്റ് റിവിഷനിലെ 7ാം ഭാഗം. ഇതിൽ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഡീറ്റെയിൽ ആയിട്ട്. സ്വതന്ത്രത പാർട്ടി. വാട്ട് വാസ് ദ റോൾ ഓഫ് സ്വതന്ത്ര പാർട്ടി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്? ഇതിൽ സ്വതന്ത്ര പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ സി രാജഗോപാലാചാരി ഇൻ 1959. 1959 സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി ഫൗണ്ട് ചെയ്തത്, സ്ഥാപിച്ചത്. ദ സ്വതന്ത്ര പാർട്ടി വോണ്ടഡ് ദ ഗവൺമെൻറ് ടു ബി ലെസ് ആൻഡ് ലെസ് ഇൻവോൾവ്ഡ് ഇൻ കൺട്രോളിങ് ദി ഇക്കോണമി. അതായത് സമ്പൽ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ കുറച്ച് ഇടപെട്ടാൽ മതി എന്നതാണ് സ്വതന്ത്ര പാർട്ടി ആഗ്രഹിച്ചത്. It was critical of the development strategy of state intervention in the economy, centralized planning, nationalization and public sector. അതായത് കേന്ദ്ര ഇടപെടൽ, കേന്ദ്രീകൃത ആസൂത്രണം, ദേശസാൽക്കരണം, പൊതുമേഖല എന്നിവയുടെ വികസന തന്ത്രത്തെ വിമർശിക്കുകയാണ് ചെയ്തത്. പകരം ഇവർ ആവശ്യപ്പെട്ടത് ഇൻസ്റ്റഡ് ഫേവേർഡ് എക്സ്പാൻഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിന് പകരം പ്രൈവറ്റ് സ്വകാര്യ മേഖലയെ കൂടുതൽ ശ്രദ്ധിക്കണം, അതിൽ കൂടുതൽ ഗവൺമെൻറ് ഇടപെടരുത് എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിച്ചത്. അപ്പോൾ സ്വതന്ത്ര പാർട്ടി വാസ് എഗെയിൻസ്റ്റ് ലാൻഡ് സീലിംഗ് ആക്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ലാൻഡ് റിഫോം നടത്തിയപ്പോൾ ജന്മിമാരുടെ ഭൂപരിധി നിശ്ചയിച്ചു ലാൻഡ് സീലിംഗ് ആക്ടിലൂടെ. അതിനെതിരായിരുന്നു സ്വതന്ത്ര പാർട്ടി. അതുപോലെ തന്നെ ദേ ഒപ്പോസ്ഡ് കോഓപ്പറേറ്റീവ് ഫാമിംഗ് ആൻഡ് സ്റ്റേറ്റ് ട്രേഡിംഗ്. അതുപോലെ സഹകരണ കൃഷിയെയും സംസ്ഥാന വ്യാപാരത്തെയും ഇവർ എതിർത്തു. ഇറ്റ് ബിലീവ്ഡ് ദാറ്റ് പ്രോസ്പെരിറ്റി കുഡ് ബ്രിങ് ഓൺലി ത്രൂ ഇൻഡിവിജ്വൽ ഫ്രീഡം. സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ അനുവദിക്കുക എങ്കിൽ മാത്രമേ പ്രോസ്പെരിറ്റി, അതിലൂടെ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പാർട്ടി ആവശ്യപ്പെട്ടു. അതുപോലെ ഇൻസ്റ്റഡ് ഫേവേർഡ് എക്സ്പാൻഷൻ ഓഫ് ഫ്രീ പ്രൈവറ്റ് സെക്ടർ. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അതിൻ്റെ വ്യാപനത്തെ അനുകൂലിക്കുകയുമാണ് ഈ പാർട്ടി ചെയ്തത്. അതുപോലെ തന്നെ ദേ ഗോട്ട് സപ്പോർട്ട് ഫ്രം ദ ലാൻഡ് ലോഡ്സ് ആൻഡ് പ്രിൻസസ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സപ്പോർട്ട് ജന്മിമാരുടെയും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരുടെയും സപ്പോർട്ട് ലഭിച്ചു. കാരണം അവർക്ക് അവരുടെ ഭൂമി സംരക്ഷിക്കപ്പെടും, അവരുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിക്കും. ലാൻഡ് റീഫോം ലെജിസ്ലേഷനെ കുറിച്ച് അവർക്ക് ഭയമായിരുന്നു, കാരണം തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നോർത്തിട്ട്. ബട്ട് ദേ ഗോട്ട് സപ്പോർട്ട് ഫ്രം ദ ലാൻഡ് ലോഡ്സ് ആൻഡ് പ്രിൻസസ് ഹൂ വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദെയർ ലാൻഡ് ആൻഡ് സ്റ്റാറ്റസ് ദാറ്റ് വാസ് ബീയിങ് ത്രെറ്റൻഡ് ബൈ ദ ലാൻഡ് റീഫോം ലെജിസ്ലേഷൻ. But party also opposed to the progressive tax regime and demanded the dismantling of the licensing regime. അതുപോലെ തന്നെ ഇവർ എതിർത്ത മറ്റൊരു കാര്യമാണ് പുരോഗമന നികുതി വ്യവസ്ഥ, ടാക്സ് റിജീം. അതുപോലെ തന്നെ ലൈസൻസിങ് ഭരണം, ഇതൊക്കെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതോടെ തന്നെ പാർട്ടി വളരെ ശക്തിപ്പെട്ടു. കാരണം ഇത്രയും ഇൻഡസ്ട്രിയലിസ്റ്റും അല്ലെങ്കിൽ സ്വകാര്യ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒക്കെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ റീജിയണൽ തലത്തിൽ ഇത് വളരെയധികം സ്ട്രോങ് ആയി ഇലക്ഷനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരാഗ്രഹിച്ചു. ഇനി മറ്റൊരു പ്രധാന ഒപ്പോസിങ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് inspired by the Bolshevik revolution of Russia, and it advocated socialism as the solution of all problems affecting the country. രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സോഷ്യലിസമാണ്, സോഷ്യലിസത്തിലൂടെ രാജ്യത്തെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കമ്മ്യൂണിസം ചിന്താഗതി അത് റഷ്യയുടെ ബോൾഷെവിക് വിപ്ലവത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് 1920s കമ്മ്യൂണിസ്റ്റ് ചിന്ത നിലനിന്നത്. അപ്പോൾ CPI അക്കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. കോൺഗ്രസിൻ്റെ കീഴിൽ പല ആശയവ്യത്യാസങ്ങളുണ്ടെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയായിരുന്നു 1935 വരെ. CPI വർക്ക്ഡ് അണ്ടർ ദ അംബ്രല്ല ഓഫ് കോൺഗ്രസ് ഫ്രം 1935 വിത്ത് ഡിഫറെൻറ്റ് ഐഡിയോളജീസ്. പക്ഷേ ഏകദേശം അവരത് ആ കാലഘട്ടത്തിലേക്ക് സ്പ്ലിറ്റ് ആകുകയാണ് ചെയ്തത്. ഇൻ 1941 CPI സപ്പോർട്ടഡ് ദ ബ്രിട്ടീഷ് എഗെയിൻസ്റ്റ് ജർമ്മനി ഇൻ വേൾഡ് വാർ. അപ്പോൾ 41
ജർമ്മനിയോടുള്ള യുദ്ധത്തിനെ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കോൺഗ്രസുമായുള്ള ബന്ധം അല്പം മോശമായി മാറി. ദ പാർട്ടി റേസ് ദ വോയിസ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും വിമർശനവുമായി വരും. ഇന്ത്യയുടെ മുഖം യഥാർത്ഥ മുഖമല്ല, അതൊരു പൊയ്മുഖമാണ്, ഫോൾസ് അപ്പിയറൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ദ പാർട്ടി റേസ് ദ വോയിസ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആൻഡ് സെഡ് ഇന്ത്യ വാസ് റിയൽ ഓർ മിയർലി എ ഫോൾസ് അപ്പിയറൻസ്. ഇതാണോ യഥാർത്ഥ ഇന്ത്യ, അല്ലെങ്കിൽ ഇതൊരു പൊയ്മുഖമാണോ എന്നൊക്കെ എപ്പോഴും ചോദിച്ച് നയങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അല്പം വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇവർ. ഇറ്റ് ഓൾസോ എൻകറേജ്ഡ് വയലൻസ് അപ്രൈസിങ് ഇൻ തെലുങ്കാന. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്തു. കർഷക സമരങ്ങളെ, അക്രമ പ്രക്ഷോഭങ്ങളെയൊക്കെ ഇവർ പ്രോത്സാഹിപ്പിച്ചു. ഇന്നത്തെ ഇലക്ഷന് ഇവർ 16 സീറ്റ് ഇവർക്ക് നേടാൻ സാധിച്ചു. ഇനി മറ്റൊരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1948 സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതും കോൺഗ്രസിൽ നിന്ന് തന്നെ പാർട്ടി വേർപെട്ട് വന്ന് രൂപീകരിച്ചതാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു ഇത്. വാസ് ഫോംഡ് വിതിൻ ദ കോൺഗ്രസ് ഇൻ 1934 ബൈ എ ഗ്രൂപ്പ് ഓഫ് യങ് ലീഡേഴ്സ്. അതായത് വളരെ ചെറുപ്പമായ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ഹു വാണ്ടഡ് എ മോർ റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ കോൺഗ്രസ്. അതായത് കോൺഗ്രസ്സിനൊരു സമത്വം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സമൂലമായ മാറ്റങ്ങൾ ഇതൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ചിന്താഗതിയുള്ള കുറച്ച് യുവാക്കളാണ് ഇങ്ങനെ അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 1948 കോൺഗ്രസ് അമെൻമെൻറ്റ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭേദഗതി നടത്തി കോൺഗ്രസ് ഭരണഘടനയിൽ ഇരട്ട പൗരത്വം നൽകി അല്പം ഭേദഗതി വരുത്തി. അപ്പോൾ ഡ്വൽ പാർട്ടി മെമ്പർഷിപ്പ് അത് തടയുന്നത്, കാരണം 2 പാർട്ടിയിലും അംഗത്വം പാടില്ല. അപ്പോൾ ആ ഒരു ഭേദഗതി ഇവരെ ചൊടിപ്പിച്ചു. അപ്പോൾ കോൺഗ്രസ് അമെൻമെൻറ്റ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെൻറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രം ഹാവിങ് എ ഡ്വൽ പാർട്ടി മെമ്പർഷിപ്പ്. 2 പാർട്ടിയിൽ അംഗത്വം ലഭിക്കുന്നത് തടയാനായിട്ട് കോൺഗ്രസ് ഭരണഘടനയിൽ മാറ്റം, ഇത് ഒരു സെപ്പറേറ്റ് പാർട്ടിയാക്കാൻ ഇവരെ പ്രേരിപ്പിച്ചു. ദിസ് ഫോഴ്സ് ദ സോഷ്യലിസ്റ്റ് ടു ഫോം എ സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ 1948. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഒരു പാർട്ടി രൂപീകരിച്ചു. ഇവരുടെ പ്രധാന വിമർശനം കോൺഗ്രസിൻ്റെ ചില നയങ്ങളിൽ, അതായത് കോൺഗ്രസ് എപ്പോഴും ഫേവർ ചെയ്യും മുതലാളികളെയും പ്രഭുക്കന്മാരെയും എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. ഫോർ ഫേവറിങ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലാൻഡ് ലോർഡ്സ്. രണ്ടാമത്തത് ഇവർ പറയുന്നത് കോൺഗ്രസ് എപ്പോഴും തൊഴിലാളികളെയും അല്ലെങ്കിൽ കർഷകരെയും അവഗണിക്കുന്നു. ഫോർ ഇഗ്നോറിങ് ദ വർക്കേഴ്സ് ആൻഡ് പെസൻസ്. അപ്പോൾ ഈ ആശയങ്ങളാണ് ഇവർക്കുണ്ടായത്. അപ്പോൾ ഇത് ഇലക്ഷൻ അവർക്ക് നിന്നപ്പോൾ ഏകദേശം 12 സീറ്റ് അവർക്ക് ലഭിച്ചു. ഇനി അടുത്തത് ഭാരതീയ ജനസംഘാണ് മറ്റൊരു ഫേമസ് ആയ പാർട്ടി ഇക്കാലത്തുള്ളത്. അത് ശ്യാമപ്രസാദ് മുഖർജിയാണ് ഈ ഭാരതീയ ജനസംഘ് 1951 സ്റ്റാർട്ട് ചെയ്തത്. പ്രധാന സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ്, ഇവരുടെ പ്രധാന ആശയം എന്തായിരുന്നു? ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം. ഇറ്റ് എംഫസൈസ് ദ ഐഡിയ ഓഫ് വൺ കൺട്രി, വൺ കൾച്ചർ ആൻഡ് വൺ നേഷൻ. എന്നിട്ട് ഇവർ പറഞ്ഞത് കൺട്രി കുഡ് ബിക്കം മോഡേൺ, പ്രോഗ്രസീവ്, സ്ട്രോങ് ഓൺ ദ ബേസിസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ഇവർ പറഞ്ഞ് ഇംഗ്ലീഷൊന്നും നമുക്ക് ആവശ്യമില്ല, ഇന്ത്യൻ ട്രഡീഷൻ ഹിന്ദി തന്നെ തുടരുക. അതുമാത്രമല്ല, നമുക്ക് അതിലൂടെ മോഡേൺ പ്രോഗ്രസീവായി പോകാം. പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനം ആവശ്യമാണ് എന്ന് ഇവർ വിശ്വസിച്ചു. ഇലക്ഷനിൽ ഇവർക്ക് 3 സീറ്റാണ് ലഭിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് ഇവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഈ ഒരൊറ്റ കാര്യത്തിലാണ്. മേജർ ഡിഫറൻസ് ഓഫ് ഐഡിയോളജി ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് ഭാരതീയ ജനതാ സംഘ് വാസ് ദാറ്റ് ഭാരതീയ ജനതാ സംഘ് എംഫസൈസ്ഡ് ഓൺ വൺ പാർട്ടി കൺട്രി, വൺ കൾച്ചർ, വൺ നേഷൻ, ദാറ്റ് ഈസ് ഹിന്ദു നേഷൻ, അല്ലെങ്കിൽ ഹിന്ദുത്വ. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ഐഡിയോളജി സോഷ്യൽ കോയിലേഷനാണ്. അതായത് ഒരുപാട് വൈവിധ്യമുള്ള നാടാണ്, അതുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സഖ്യങ്ങൾ വേണം, ഡൈവേഴ്സിറ്റി ഉള്ളത്, അത് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു കോൺഗ്രസ് കൈക്കൊണ്ടത്. വേറസ് കോൺഗ്രസ് ഫോംഡ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ കോയിലേഷൻ അക്കോമഡേറ്റിംഗ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിൽ നിന്നാണ്, ഈ പാർട്ടിയിൽ നിന്നാണ്, ഭാരതീയ ജനസംഘിൽ നിന്നാണ് BJP എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോസിങ് പാർട്ടീസ്. വളരെ ഒപ്പോസിഷൻ പാർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക.